എല്ലാവർക്കും നമസ്കാരം. ജന്തർ മന്ദറിൽ പ്രതിഷേധം തുടങ്ങി വയ്ക്കുവാൻ വേണ്ടി CJP എന്ന പാർട്ടിയെ പ്രേരിപ്പിച്ചത് അവർ ഉന്നയിച്ച ആവശ്യങ്ങൾ ഗവൺമെൻറ് അവഗണിച്ചതുകൊണ്ടായിരിക്കും അല്ലേ? അവരങ്ങനെ അവിടെ അവരുടെ പ്രതിഷേധം തുടങ്ങി വച്ചു. തുടക്കം മുതൽ ഞാൻ കേൾക്കുവാനിടയായ ഒന്ന് രണ്ട് കാര്യങ്ങൾ, അവിടെ മറ്റ് പല ആവശ്യങ്ങളുമായി മറ്റ് പല കൂട്ടരും വന്നുകൊണ്ടേയിരിക്കുന്നു എന്നൊക്കെയുള്ളതാണ്. അതിനൊരു കാരണം ഞാൻ കാണുന്നത് CJPയുടെ പ്രാധാന്യത്തെ കുറച്ച് കാണിക്കുക അല്ലെങ്കിൽ അവരെ എഴുത്തിക്കെട്ടുക എന്നുള്ള ഏതോ ഒരു നിക്ഷിപ്ത താല്പര്യക്കാർ അങ്ങനെയുള്ള കൂട്ടരെ അവിടേക്ക് കടത്തിവിട്ടതാവാം. അങ്ങനെ ഈ CJPയുടെ പ്രക്ഷോഭത്തെ ഡൈവേർട്ട് ചെയ്യുവാൻ അവർ ശ്രമിച്ചതുമാവാം. എന്നാൽ CJPയുടെ വ്യക്തമായ കാഴ്ചപ്പാടുകൾക്ക് മുൻപിൽ അതൊന്നും നടപ്പിലാവാതെ പോയി. പിന്നീട് CJPയെ സപ്പോർട്ട് ചെയ്ത് സോനം വാങ്ചുക് എന്ന മഹത് വ്യക്തിത്വം, അദ്ദേഹവും അവിടെ വരികയുണ്ടായി. അദ്ദേഹത്തിൻ്റെ നിരാഹാര സമരം അവിടെ തുടങ്ങുകയുണ്ടായി. അദ്ദേഹത്തെ പല രീതിയിൽ ഈ വലതുപക്ഷ സപ്പോർട്ടേഴ്സ് അവർ അദ്ദേഹത്തെ ഈ മോശപ്പെടുത്തുവാനും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രാധാന്യം കുറച്ച് കാണിക്കുവാനും ഒക്കെ പല രീതിയിലും ശ്രമിച്ചുവെങ്കിലും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് പലരും അല്ലെങ്കിൽ ആരും തന്നെ അദ്ദേഹത്തെ ഒരു രീതിയിലും വേദനിപ്പിക്കുവാൻ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രാധാന്യം കുറച്ച് കാണിക്കുവാൻ ശ്രമിച്ചില്ല. ഇതിന് ഞാൻ കാണുന്ന ഒരു കാരണം എന്ന് പറയുന്നത് CJPയുടെ പ്രാധാന്യത്തെ അവിടെ കുറച്ച് കാണിക്കുവാൻ വേണ്ടിയാണ് സോനം വാങ്ചുക്കിനെ ഉയർത്തി കാണിച്ചത്, അല്ലെങ്കിൽ സോനം വാങ്ചുക്കിനെ മോശപ്പെടുത്തുവാൻ അവർ ശ്രമിക്കാതിരുന്നത്. പിന്നീട് സോനം വാങ്ചുക്കിനെ പിടിച്ചുകൊണ്ട് പോയതും അവർ CJPക്ക് ഒരു മുറിവേൽപ്പിക്കുക എന്നുള്ള ഉദ്ദേശം കൂടി വെച്ചാണ്. എന്നാൽ CJPയുടെ ആവേശം അവിടെ തണുത്തില്ല. CJP കൂടുതൽ ശക്തമായി മുൻപോട്ട് പോയി. ജൂലൈ 20 അവർ മുൻ നിശ്ചയിച്ച പോലെ തന്നെ പാർലമെൻറ്റ് മാർച്ച് അവർ സംഘടിപ്പിക്കുവാൻ തന്നെ മുന്നോട്ട് പോയി. എന്നാൽ അതിനിടയ്ക്ക് കേട്ട ഒരു വാർത്ത, ഒരു ട്രക്ക് ലോഡ് കല്ലുകൾ ഉള്ള ഒരു ട്രക്ക് അവിടെ റോഡ് സൈഡിൽ പാർക്ക് ചെയ്യുന്നു. ആ സമയത്ത് ആരും തന്നെ അതിന് വ്യക്തമായ ഒരു കാരണം നിർത്തുകയുണ്ടായില്ല. ആരും തന്നെ കാര്യമായ ചോദ്യങ്ങൾ ഉന്നയിക്കുകയും ഉണ്ടായില്ല. എന്നാൽ കഴിഞ്ഞ ദിവസം ഞാൻ അറിഞ്ഞത് ഈ ട്രക്ക് പോലീസ് പിടിച്ചെടുത്തതാണെന്നും ഏതോ നിയമം തെറ്റിച്ച ട്രക്കാണെന്നും അത് പിടിച്ചെടുത്തതാണെന്നും അവരുടെ പോലീസ് സ്റ്റേഷൻ പരിധി ഉള്ളിൽ പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് അവർ കിട്ടിയ സ്ഥലത്ത് കൊണ്ട് പാർക്ക് ചെയ്തു എന്നുള്ളതുമാണ്. അതൊരു ന്യായീകരണം മാത്രമാണ്. അതിന് ഉദ്ദേശശുദ്ധി കുറവാണ്. കാരണം ഇത്തരമൊരു വിദ്യാർത്ഥി പ്രക്ഷോഭം നടക്കുമ്പോൾ അവിടെ വരാൻ പാടില്ലാത്ത ഒന്നായിരുന്നു ആ ട്രക്ക്. പിന്നീട് ഈ വിദ്യാർത്ഥി പ്രക്ഷോഭം, ഈ പാർലമെൻറ്റ് മാർച്ചിൻ്റെ തുടക്കത്തിൽ തന്നെ പോലീസുകാർ വിദ്യാർത്ഥികളെ പ്രകോപിപ്പിക്കുന്നതാണ് കണ്ടത്. വിദ്യാർത്ഥികളുടെ കയ്യിൽ ആയുധങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് കണ്ടിട്ട് പോലും അവരെ തല്ലുക, അവരെ പെല്ലറ്റ് വർഷിക്കുക, ടിയർ ഗ്യാസ് എറിയുക, ഇങ്ങനെയുള്ള പലവിധ പ്രവർത്തികളും പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. പോലീസ് മാത്രമല്ല എന്ന് വേണം വിശ്വസിക്കാൻ. കാരണം ബാഡ്ജില്ലാത്ത യൂണിഫോം ഇട്ട പലരും അവിടെ ഉണ്ടായിരുന്നു, യൂണിഫോം ഇല്ലാത്ത പലരും ഉണ്ടായിരുന്നു. അവരും വിദ്യാർത്ഥികളെ തല്ലുവാൻ മുന്നിട്ട് ഇറങ്ങുകയും ചെയ്തിരുന്നു. ഇതൊക്കെ കാണുമ്പോൾ പോലീസ് മാത്രമല്ല അവിടെ ഉണ്ടായിരുന്നു, പോലീസിൻ്റെ വേഷത്തിൽ, പോലീസിൻ്റെ കൂടെ മറ്റു വേഷത്തിലും ഗുണ്ടകൾ ഉണ്ടായിരുന്നു എന്നാണ്.
വലതുപക്ഷ ഗുണ്ടകൾ തന്നെ ആവാനല്ലേ അതിന് സാധ്യത കൂടുതൽ. അപ്പോൾ ഇവിടെയും വിദ്യാർത്ഥികളെ പ്രകോപിപ്പിച്ച് അവരിൽ അക്രമവാസന അവരെ ആക്രമിക്കാൻ പ്രേരിപ്പിക്കുക എന്നുള്ള ഉദ്യമം കൂടി അവർ നടത്തി. അങ്ങനെ ആ വിദ്യാർത്ഥികളുടെ മേൽ പഴിചാരുകയും വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ അല്ലെങ്കിൽ CJPയെ തന്നെ മോശക്കാരാക്കുവാൻ സാധിക്കും എന്നുകൂടി കണ്ടിട്ട് ചെയ്തതാവാനാണ് വഴി. വലതുപക്ഷത്തിൻ്റെ ഈ കുറുക്കൻ ബുദ്ധി ഫലിച്ചില്ല എന്ന് വേണം കരുതുവാൻ. അവസാനം ഗവൺമെൻറ് മുട്ടുമടക്കി എന്നുള്ള ഒരു ഒരു പ്രതീതി ഉളവാക്കി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കേണ്ടി വന്നു. പക്ഷേ ധർമ്മേന്ദ്ര പ്രധാൻ എങ്ങനെയാണ് രാജിവെച്ചത്? ഞാൻ കുട്ടികളുടെ ഭാവി ഓർത്ത് രാജിവെക്കുകയാണ്, മാറി നിൽക്കുകയാണ് എന്നുള്ള രീതിയിലാണ് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചത്. പിന്നെ അതിനുശേഷം വന്നയാളോ, അയാൾ പണ്ട് ബിൽക്കിസ് ബാനുവിനെ റേപ്പ് ചെയ്ത കൂട്ടരുണ്ടല്ലോ, അവർ ജയിൽ മോചിതരായപ്പോൾ അവർക്ക് മാലയിട്ട് സ്വീകരണം നടത്തിയത് തെറ്റല്ലായിരുന്നു എന്നുള്ള കമൻറ്റ് നടത്തിയ ഒരു വ്യക്തി കൂടെയാണ്. അങ്ങനെയാണ് ഞാൻ ഓൺലൈൻ സെർച്ച് ചെയ്തപ്പോൾ അദ്ദേഹത്തിനെക്കുറിച്ച് മനസ്സിലാക്കിയത്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ കൊണ്ടുവന്നതും ഞങ്ങൾ ഇതിനെ കാര്യമായിട്ട് കാണുന്നില്ല. ഈ ഒരു മാറ്റത്തിനെ കാര്യമായിട്ട് കാണുന്നില്ല. ഇത് വെറും ഒരു മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള മാറ്റം മാത്രമാണ്. ഞങ്ങളിൽ ഒന്നും മാറുന്നില്ല, ആ വ്യക്തി മാത്രമേ മാറുന്നുള്ളൂ. ഞങ്ങൾ ഇതിലൂടെ ഒന്നും മാറ്റുവാൻ ശ്രമിക്കുന്നില്ല എന്നുള്ള സന്ദേശം തന്നെയാണ് അവർ നൽകിയത്. ഇനി ഇതിന് ശേഷം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മറ്റ് പല കേസുകളിലും ചെറിയ ചെറിയ കേസുകളാണെങ്കിലും വലിയ കേസുകളാണെങ്കിലും ഒക്കെപ്പെട്ട ആൾക്കാരെ പിടികൂടും എന്നുള്ളതാണ് ഇപ്പോൾ ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത്. അതിന് പ്രകാരം ഒരു വ്യക്തിയെ പിടിക്കുവാൻ AKG സെൻറ്റർ വരെ അവരെത്തി എന്നുള്ളതാണ്. അതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ യുവജന സംഘടനയിൽ പ്രവർത്തിക്കുന്ന ഒരു പെൺകുട്ടിയെ പിടിക്കുവാൻ വേണ്ടിയിട്ട്. എന്നാൽ ആ ഉദ്യമം നടന്നില്ല. അപ്പോൾ ഇതിൽ നിന്ന് എന്താണ് കാണേണ്ടത്? ഈ രാഷ്ട്രീയ പാർട്ടിയുടെ പുറകെ പോയതിൻ്റെയും ജോൺ ബ്രിട്ടാസിൻ്റെ നേതൃത്വം അംഗീകരിക്കുക എന്നുള്ളതിൽ കൂടി എന്താണ് വലതുപക്ഷം കണ്ടിരിക്കുന്നത്? തീർച്ചയായും CJPയെ താഴ്ത്തിക്കെട്ടുക എന്നുള്ളതാണ്. CJPയുടെ പ്രാധാന്യം കുറച്ച് കാണുക, അവരെ എത്രമാത്രം സമൂഹത്തിന് മുൻപിൽ മോശക്കാരായി ചിത്രീകരിക്കുക, ഇതൊക്കെയാണ് വലതുപക്ഷത്തിൻ്റെ ഉദ്യമം. അതിനുവേണ്ടി ഇറക്കിവിട്ട ഒരു വ്യക്തി തന്നെയാണ് കങ്കണ റണൌത്ത്. അതുപോലെ മറ്റ് പല വലതുപക്ഷ നേതാക്കളും അവരൊക്കെ CJP അങ്ങനെ പറഞ്ഞു, CJPയുടെ അണികൾ അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, അവർ പാർട്ടി നടത്തി, അവരുടെ ഡ്രസ്സ് അങ്ങനെയാണ്, അവർ പെൺകുട്ടികൾ ധരിക്കുന്ന ഡ്രസ്സ് അവരുടെ നെഞ്ച് വളരെയധികം കാണിക്കുന്ന തരത്തിലാണ്, അവർ ഉപയോഗിച്ച വാക്കുകൾ അത്രമാത്രം മോശമാണ് എന്നൊക്കെയുള്ളതാണ്. നോക്കൂ, നിങ്ങളെക്കാളിലും പകുതിയിൽ താഴെയോ പ്രായമുള്ള കുട്ടികളാണ് ഇത്തരം വാക്കുകൾ അഥവാ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ കൂടി ഇത്തരം വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അത്തരം ഡ്രസ്സുകൾ ഉപയോഗിക്കുന്നത്. ഈ ഡ്രസ്സുകൾ ഉപയോഗിക്കുന്നതിൽ നിങ്ങൾക്ക് യാതൊരുവിധ നിയന്ത്രണവുമില്ല. നിങ്ങൾക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കാം എന്നുള്ളതല്ലാതെ ഒരു നിയമത്തിലൂടെയും ഒരു രീതിയിലും അവരെ ആ ഡ്രസ്സ് ഉപയോഗിക്കുന്നതിൽ നിന്ന് തിരുത്തുവാനാവില്ല. അവരെ കളിയാക്കുന്നതിൽ കൂടി അവരുടെ കുടുംബത്തെ കൂടിയാണ് നിങ്ങൾ കളിയാക്കുന്നത് എന്നുകൂടി നിങ്ങൾ തിരിച്ചറിയണം. ഓക്കെ, ഇനി ഇവരുപയോഗിച്ച വാക്കുകൾ അത് മോശപ്പെട്ടതാണെങ്കിൽ അവരെ തിരുത്തി അവരെ നല്ല വാക്കുകൾ ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുകയാണ് വേണ്ടത്. അല്ലാതെ ഇത്തരത്തിൽ അവരെ താറടിച്ച്
കാണിക്കുകയല്ല വേണ്ടത്. കാരണം അവർ നിങ്ങളെക്കാളും പകുതിയോ പകുതിയിൽ താഴെയോ പ്രായമുള്ള കുട്ടികൾ മാത്രമാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.